നമ്മൾ സിമ്പിൾ ഇഫ് പഠിച്ചപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് ഫോൾസ് ആയിക്കഴിഞ്ഞാൽ നമ്മളെ കണ്ടീഷൻ ഫോൾസ് ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നുള്ളത് ഒരിക്കലും ആരും പറഞ്ഞു തരുന്നില്ല. നമ്മളുടെ സിമ്പിൾ ഇഫ് പറഞ്ഞു തരുന്നില്ല. ആ പ്രോബ്ലത്തിന് ഓവർകം ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള ആളാണ് ഇഫ് എൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾ. അപ്പോൾ മൂപ്പർ എന്ത് ചെയ്യുന്നുണ്ടാവും, ട്രൂ ആയാൽ എന്ത് ചെയ്യണമെന്നും പറഞ്ഞു തരുന്നുണ്ടാവും, ഫോൾസ് ആയാൽ എന്ത് ചെയ്യണമെന്നും പറഞ്ഞു തരുന്നുണ്ടാവും. ഇതാണ് അതിൻ്റെ സിൻടാക്സ്. ഇഫ് കണ്ടീഷൻ കേളി ബ്രേസ് ഓപ്പൺ ചെയ്തു, സ്റ്റേറ്റ്മെൻറ്റ് കേളി ബ്രേസ് ക്ലോസ് ചെയ്തു. എൽസ് കേളി ബ്രേസ് ഓപ്പൺ ചെയ്തു, സ്റ്റേറ്റ്മെൻറ്റ് കേളി ബ്രേസ് ക്ലോസ് ചെയ്തു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യം, എക്സാം നടത്തിയപ്പോഴും അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഈ കണ്ടീഷൻ്റെ ലാസ്റ്റ് സെമിക്കോളൻ ഇല്ല. അതൊന്ന് ഓർമ്മിക്കുക, അവിടെ സെമിക്കോളൻ ഇല്ല. ഓക്കെ. രണ്ടാമത് ഈ എൽസിൻ്റെ ഇവിടെ നമ്മൾ ഒരിക്കലും ഒരു കണ്ടീഷൻ എഴുതാൻ പാടില്ല. ആ കണ്ടീഷൻ എഴുതി കഴിഞ്ഞാലും അത് തെറ്റാണ്. അതാണ് ഇഫ് എൽസ്. ഇഫ് കണ്ടീഷൻ കേളി ബ്രേസ് ഓപ്പൺ ചെയ്യുക, സ്റ്റേറ്റ്മെൻറ്റ് കേളി ബ്രേസ് ക്ലോസ് ചെയ്യുക, ദെൻ എൽസ് പാർട്ടിൻ്റെ ഉള്ളിൽ ഫോൾസ്. അപ്പോൾ ഒരു കണ്ടീഷൻ ട്രൂ ആയാൽ എന്ത് ചെയ്യണം എന്ന് എഴുതുന്നത് ഇവിടെയാണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 സ്റ്റേറ്റ്മെൻറ്റ് 2 എന്ന് കൊടുക്കുന്നു. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 ആണ് എന്ത് പറയുന്നത്, ട്രൂ ആയാൽ എന്ത് ചെയ്യണം എന്നുള്ളത്. സ്റ്റേറ്റ്മെൻറ്റ് 2 പറയുന്നത് ഈ കണ്ടീഷൻ ഫോൾസ് ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അത് ഓർത്ത് വെക്കുക. എക്സാമ്പിൾ നോക്കിയേ, ഇൻറ്റ് നം ഈക്വൽ ടു 5. അപ്പോൾ ഏതോ ഒരു സ്ഥലത്ത് നമ്മിന് വേണ്ടി ഒരു സ്പേസ് വെച്ചു, അതിലേക്ക് 5നെ സ്റ്റോർ ചെയ്തു. ഇഫ് നം ഗ്രേറ്റർ ദാൻ 15, അതായത് നമ്മിലുള്ളത് 5 ആണ്, 5 15-നേക്കാൾ വലുതാണോ എന്നാണ് നമ്മളുടെ ചോദ്യം. ആണോ? 5 15-നേക്കാൾ വലുതാണോ? അല്ല അല്ലേ, 5 15-നേക്കാൾ ചെറിയൊരു നമ്പറാണ്. അപ്പോൾ ഈ കണ്ടീഷൻ ഫോൾസ് ആയിപ്പോയി. ഈ കണ്ടീഷൻ ഫോൾസ് ആയി കഴിഞ്ഞാൽ ഒരിക്കലും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുകയോ ഹായ് പ്രിൻ്റ് ആവുകയോ ചെയ്യില്ല. ഹായ് എപ്പോൾ മാത്രമേ പ്രിൻ്റ് ആവുള്ളൂ, എപ്പോഴാണോ ഈ കണ്ടീഷൻ ട്രൂ ആവുന്നത് ആ കേസിൽ മാത്രമേ ഹായ് എന്ത് ചെയ്യുള്ളൂ, പ്രിൻ്റ് ആവുള്ളൂ. അപ്പോൾ ഹായ് പ്രിൻ്റ് ചെയ്യില്ല. പിന്നെ എന്താ പ്രിൻ്റ് ചെയ്യുക, നമ്മൾ നേരെ ഫോൾസ് ആയിക്കഴിഞ്ഞാൽ എവിടത്തേക്ക് വരണം എന്നാണ് പറഞ്ഞത്, എൽസിലേക്ക് വരണം എന്ന് പറഞ്ഞു. എൽസിൻ്റെ ഇവിടെ എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടോ? ഇല്ല. ഇത് ഫോൾസ് ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എൽസിലേക്ക് വരും. എൽസിലുള്ള കണ്ടൻറ്റ് പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ എൽസിലുള്ള കണ്ടൻറ്റ് ഹലോ ആണ്, അതുകൊണ്ട് ഔട്ട്പുട്ടിലേക്ക് എന്ത് വരും, നമ്മളുടെ ഹലോ വരും. അപ്പോൾ മറ്റേതിൽ നിന്ന് വ്യത്യസ്തമായി ഫോൾസ് ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നുള്ളത് ആര് പറഞ്ഞു തന്നു, ഇഫ് എൽസ് നമുക്ക് പറഞ്ഞു തന്നു.